ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു കുക്ക് ബുക്ക് ആൻഡ് മൈ ജേർണീസിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. എല്ലാവർക്കും ഓണം ആശംസകൾ. ഹാപ്പി ഓണം. ഇന്ന് ഞാനൊരു പ്രത്യേക സാമ്പാറും കുറച്ച് വിഭവങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, തക്കാളി, പുളി, ബീൻസ്, വെളുത്തുള്ളി, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, സവാള, ചെറിയ ഉള്ളി, മല്ലിയില. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് ഉണ്ടാക്കുന്ന രീതി. ഇനി നമ്മൾ വെജിറ്റബിൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം സ്റ്റൗ കത്തിച്ചു, ചട്ടി വെച്ചിട്ട് ചട്ടി നല്ല ചൂടാകുമ്പോൾ ഒരു 3 സ്പൂണ് എണ്ണ ഒഴിച്ച് എണ്ണ നല്ല ചൂടായി വരികയാണ്. അപ്പം നമുക്കതിനകത്ത് വെജിറ്റബിൾ ഇടണം. ചട്ടി നല്ല ചൂടായതിന് ശേഷം ഇടുന്നതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഉള്ളി ഇടുകയാണ്. ഉള്ളി, സവാളയും ചെറിയ ഉള്ളിയും. ഒരു 50 ഗ്രാം സവാള ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ 100 ഗ്രാം ഇട്ടിട്ടാണ് നമ്മൾ സാമ്പാർ വയ്ക്കുന്നത്. പിന്നെ വന്നിട്ട് പച്ചമുളക്, വഴുതനങ്ങ, തക്കാളി, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ ഇതിനകത്തിടണം. ബീൻസ്, പിന്നെ അങ്ങനെ കണ്ടില്ലേ, അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇട്ടതിന് ശേഷം ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം അടിയിൽ പിടിക്കാതിരിക്കാനും പിന്നെ എണ്ണ ഒഴിച്ചതെല്ലാം സെറ്റായി വരാനും കൂടിയാണ് ഇത് നമ്മൾ ഇടുന്നത്. പിന്നെ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ തക്കാളി എടുത്തിട്ട് അത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. എല്ലാം കഷ്ണിച്ച് ഒരു 3 തക്കാളിയുണ്ട്, അത് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ ഒന്ന് ഇളക്കുമ്പോൾ അത് എണ്ണ പിടിക്കുകയും ചെയ്യും. അതൊന്ന് സോഫ്റ്റായി ചെറിയ തീയിൽ അത് വേകുകയും ചെയ്യും. പിന്നെ ഒഴിക്കുന്നത് നെയ്യാണ്. ഒരു 3 സ്പൂണ് നെയ്യ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പം നെയ്യും കൂടെ ചേരുമ്പോൾ വന്നിട്ട് ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിൽ ഒരു പ്രത്യേക ഒരു മണവും രുചിയും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നെയ്യ് ചേർക്കുന്നത് നല്ലതാണ്. നെയ്യ് നമുക്കും നല്ലതാണ്. പിന്നെ ഉപ്പ് ചേർക്കുക. ഒരു 2 സ്പൂൺ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ എന്നിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഉപ്പും അതിൻ്റെ കൂടെ ചേർന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ വെജിറ്റബിൾ വേവിച്ച് മാറ്റിവെച്ച് മസാലയുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. വേറൊരു ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം കടുകിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഉലുവ, ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ചേർക്കണം. പിന്നെ കായപ്പൊടി അത്യാവശ്യമാണ്. കായപ്പൊടി ഇല്ലാതെ സാമ്പാർ നന്നായിരിക്കില്ല. അപ്പം നമ്മൾ മറക്കാതെ കായപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. പിന്നെ ലാസ്റ്റ് മുളക് പൊടി പോരെങ്കിൽ പിന്നെയും ഒരു 2 സ്പൂണ് 3 സ്പൂണ് മുളക് പൊടി നമുക്ക് ചേർക്കാം. അത് കാശ്മീരി മുളകാണ് ഇവിടെ പറയുന്നത് ചേർക്കുന്നത്. അപ്പോൾ എല്ലാം ചേർത്ത് കഴിഞ്ഞ് നമ്മൾ നല്ലതുപോലെ മസാല ഒന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കഴിയുമ്പോൾ നമുക്ക് മല്ലിപ്പൊടിയും എല്ലാം ഇട്ടല്ലോ, മല്ലി, മുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, കായപ്പൊടി, ഇതെല്ലാം ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ ഈ പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ പരിപ്പും വേവിച്ച് വെച്ചിരിക്കുകയാണ് പരിപ്പ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളിയുടെ വെള്ളവും കൂടി ഇതിനകത്ത് ചേരുമ്പം ആവശ്യത്തിനുള്ള വെള്ളം ആയി കഴിയും. പുളി പിഴിഞ്ഞ് ഇതിനകത്ത് നമ്മൾ ഒഴിക്കുന്നല്ലോ. അപ്പം പച്ചക്കറിയുടെ കൂടെ തന്നെ അത് വെന്ത് ഇതായി ചേരും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ഇറക്കാറാവുമ്പോൾ നമ്മൾ മല്ലിയിലയും ഇതിൻ്റെ കൂടെ തൂകണം. പുളിവെള്ളം ഒഴിച്ച് നമ്മളത് വെന്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒന്ന് കൊടുക്കണം. കാര്യം അടി പിടിക്കാതിരിക്കാനും പിന്നെ ഈ സാമ്പാർ തിളച്ച് വെളിയിലേക്ക് പോകാതിരിക്കാനും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ലാസ്റ്റ് എല്ലാം കഴിയുമ്പം മല്ലിയില ഇടുക. മല്ലിയില ഇട്ട് അതിനെ ഒന്ന് ഇതാക്കുക. അപ്പം മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കടുക് താളിക്കുക. കടുക് താളിക്കുന്നെന്ന് പറയുമ്പം കടുകിൻ്റെ കൂടെ എന്തെല്ലാം ചേരും? കടുകിൻ്റെ കൂടെ പിന്നെ കടുക്, ഉണക്കമുളക്, കരിയേപ്പില എല്ലാം കൂടി ചേരും. എന്നിട്ട് എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടി അതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റി എടുത്ത് സാമ്പാർ റെഡിയായി കഴിയും. അങ്ങനെ നല്ലൊരു സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലൊരു സാമ്പാർ എന്ന് പറയുമ്പം അതിന് ഒന്നും കൂടി രുചിയും മണവും കൊടുക്കുന്നതാണ് എന്താണ്? പെരുംജീരകം. പെരുംജീരകവും കായവും നെയ്യും നെയ്യും പെരുംജീരകമാണ് സാമ്പാറിന് രുചി കൊടുക്കുന്നത്. അങ്ങനെ സാമ്പാർ നമ്മൾ റെഡിയായി കഴിഞ്ഞു.